എത്ര ഗൗരവമാണ്. വെറുതെ സ്വർഗത്തിന്റെ നദി കിട്ടുമെന്ന് കരുതിയോ? എത്ര ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്, ഒന്നെങ്കിൽ നല്ലത് മാത്രം പറയുക, അല്ലെങ്കിൽ ലിയസ്മുത്, മിണ്ടാതിരിക്കുക. ഒന്നെങ്കിൽ നല്ലത് പറയാ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഞാനിപ്പോ പൊന്നാനിയിൽ 4 ദിവസം മുമ്പ് പ്രസംഗിക്കാൻ പോയി. നിങ്ങളൊക്കെ യൂട്യൂബിലൂടെ ആ പ്രഭാഷണം കേട്ടിട്ടുണ്ടാവും. പ്രവാസികൾ മടങ്ങിയെത്തുമ്പോൾ, ലീവിന് മടങ്ങിയെത്തുന്നതല്ല, വിസ തീർത്ത് ഇനി അവിടെ നിൽക്കാൻ പറ്റാത്ത പ്രതിസന്ധിയിൽ മടങ്ങിയെത്തുമ്പോൾ ഒരുപാട് പ്രവാസ ലോകത്തെ സഹോദരങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, വേദനിക്കുന്ന ഗൾഫുകാരൻ കഴിഞ്ഞ് പിന്നെ ഗൾഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞങ്ങളുടെ മനസ്സിൽ തട്ടിയത് അതാണ്. അത് തട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. കാരണം അവഗണിക്കുകയാണ്. പള്ളിയിൽ സ്ഥാനമില്ല, നാട്ടിൽ സ്ഥാനമില്ല, വീട്ടിൽ സ്ഥാനമില്ല, സ്കൂളിൽ സ്ഥാനമില്ല. എന്തിനേറെ വീട്ടിൽ ഒരു ഗ്യാസ് കൊണ്ടുവരുന്ന ഗ്യാസ് കുറ്റിക്കാരന്റെ അവൻ പോലും തീർത്തു വന്ന ഭർത്താവ് സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ ഇത്തകത്തുണ്ടാന്ന് ചോദിക്കാം. ഇയാളെന്ന് വന്നു എന്നല്ല ചോദിക്കും. ഇയാൾക്കൊരു വിലയില്ല. ആ ഒരു അവഗണനയുടെ കഥ പറഞ്ഞ പൊന്നാനിയില് അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം രാവിലെ ഒരു രോഗിയെ കാണാൻ വേണ്ടി സംഘാടകരെ കൊണ്ടുപോയി. 1.5 മാസം കൊണ്ട് മാരക രോഗം ബാധിച്ച് തറന്നു കിടക്കുന്ന ഒരു പ്രിയപ്പെട്ട പിതാവ് ആ സഹോദരനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞപ്പോൾ സലാം മടക്കി, പക്ഷെ വ്യക്തമല്ല. എന്തുകൊണ്ടാ പ്രശ്നം? തൊണ്ടയിലാണ് ക്യാൻസർ.